കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആവശ്യമാണ്? ആർ ശങ്കർ ഗവൺമെന്റ് ആണ്. 1980 45 രൂപ 60 വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളിക്ക് കെ നായനാർ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത്. അടിപൊളി. അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന കെ കരുണാകരന്റെ നിലപാടെന്തായിരുന്നു? പ്രത്യുൽപാദനപരമല്ല പെൻഷനുകൾ എന്ന നിലപാട് രാഷ്ട്രീയമായി എടുത്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ, അത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. UDF ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം 82 ആ സർക്കാർ വീണു. പകരം 82 UDF സർക്കാർ അധികാരത്തിൽ വന്നു. 45 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയോ? 82 മുതൽ 87 വരെയുള്ള UDF സർക്കാരിന്റെ കാലത്ത് 1 രൂപ കൂട്ടിയില്ല. 87 കെ നായനാർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു 45 രൂപയിൽ നിന്ന് 60 രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ. അതായത് 45 രൂപയായിരുന്ന പെൻഷൻ 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. ആദ്യത്തെ വർധനവുണ്ടാവുന്നത് കെ നായനാരുടെ 1987 സർക്കാരിന്റെ കാലത്താണ്. ആ സർക്കാർ 92 പോയി, UDF വന്നു. എന്തെങ്കിലും വർധനമുണ്ടായോ? 5 വർഷക്കാലം ഒരു വർധനവും ഉണ്ടായില്ല. ഒടുവിൽ 96 പെൻഷൻ 60 രൂപയിൽ നിന്ന് 120 രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു കെ നായനാർ സർക്കാരിന്റെ കാലത്ത്. മൂന്നാമത്തെ വർധനയും LDF സർക്കാരിന്റെ കാലത്ത് 1996 കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു? നാമമാത്രമായിട്ടാണെങ്കിലും 96 വരെ വർദ്ധിപ്പിച്ചില്ല. അതിനുശേഷം 2001 കെ ആന്റണി സർക്കാർ വരുന്നു. അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ. 91 കെ ആന്റണി സർക്കാർ വരുമ്പോഴാണ് 28 മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം 2001 വന്ന കെ ആന്റണി സർക്കാരിന്റെ കാലമാണ്. ആ 28 മാസക്കാലത്തെ പെൻഷൻ 120 രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന ആരാണെന്നറിയാമോ? 28 മാസത്തെ പെൻഷന്റെ കുടിശ്ശിക 2006 വരുന്ന VS അച്യുതാനന്ദൻ സർക്കാരാണ്. അന്ന് VS അച്യുതാനന്ദൻ സർക്കാർ 2011 ഇറങ്ങിപ്പോ ഒരു മാസത്തെ കുടിശ്ശികയില്ല. ഈ 120 രൂപ എന്നുള്ളത് 500 രൂപയാക്കിയിട്ടാണ് VS അച്യുതാനന്ദൻ പോകുന്നത്. വർധന ഉണ്ടാവുന്നു. 120 നിന്നാണ് വർധന ഉണ്ടാവുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ 2011 വരെയും UDFന്റെ സർക്കാരിന്റെ ഒരു സർക്കാരും 1 രൂപ പോലും ആ അർത്ഥത്തിൽ വർധനവ് വരുത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. 400 രൂപ എന്നാണല്ലോ പറഞ്ഞത്. 400 രൂപയിൽ നിന്ന് 600 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. ഏത്? 2011 മുതൽ 16 വരെ. അവിടെയാണ് 3 മാസം മുതൽ ചില പെൻഷനുകൾ 11 മാസം, ചില പെൻഷനുകൾ 18 മാസം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുടിശ്ശികയായിട്ട് പോകുന്നു. നമ്മുടെ സഭയിൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് സ്വരാജിന്റെ ചോദ്യത്തിന് തോമസ് ഐസക് നൽകിയ മറുപടി. ആ പെൻഷൻ അവിടെ കൊടുത്തു പോകുന്നു. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം അതും 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി, 1000 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.